ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും പല ക്ലാസ്സുകളിലായിട്ട് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്ലാസിഫിക്കേഷൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ പ്രധാനമായിട്ടും രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദി വേ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ത്രൂ ദി ഫൈബർ കോർ. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബറിന് കോറും ക്ലാഡിങ്ങും ഉണ്ടെന്ന്. അത്തരത്തിൽ ഫൈബർ കോറിലൂടെയുള്ള ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷനെ ബേസ് ചെയ്തിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്നും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നുമാണ് ക്ലാസിഫൈ ചെയ്തത്. സോ ആദ്യം സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറാണ്. നമുക്കറിയാം ഒരു ഫൈബറിന് കോറും ക്ലാഡിങ്ങും ഉണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ കോറിനൊരു യൂണിഫോം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിന് മറ്റൊരു യൂണിഫോം റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമാണ്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N1 എന്നും ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N2 എന്നും നമ്മൾ എടുക്കുന്നു. The simplest type of an optical fiber consists of a core of uniform refractive index N1 and a cladding of uniform refractive index N2. This type of fiber is referred to as step index fibers due to the step discontinuity of the refractive index profile at the core cladding interface. അതായത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുണ്ടാകുന്ന സ്റ്റെപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സിലേക്ക് വഴിവെക്കുന്നത്. സാധാരണഗതിയിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും മോണോമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും. എന്താണ് മോണോമോഡെന്നോ എന്താണ് മൾട്ടിമോഡെന്നോ കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറാണ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. In a graded index fiber, the refractive index of the core is not a constant, but it decreases continuously in a nearly parabolic manner from maximum value at the center of the core to a constant value at the core cladding interface. അത് ഒരു ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ പറഞ്ഞത് കോറിന് ഒരു യൂണിഫോം ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിന് മറ്റൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടെന്നാണ്. എന്നാൽ ഒരു ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിലെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു പാരബോളിക് മാനറിൽ കണ്ടിന്യൂസ് ആയി കുറഞ്ഞു വരുന്നു ഫ്രം മാക്സിമം വാല്യൂ അറ്റ് ദി സെൻറ്റർ ഓഫ് കോർ ടു എ കോൺസ്റ്റൻ്റ് വാല്യൂ അറ്റ് ക്ലാഡിംഗ് ഇൻ്റർഫേസ്. Since the refractive index of the core decreases as one moves away from the axis, the ray entering to the fiber are continuously bent towards the axis of the fiber, and the ray path inside the fibers are sinusoidal. അതായത് ആക്സിസിൽ നിന്ന് ദൂരത്തേക്ക്, അതായത് മൂവ് അവേ ചെയ്യുന്നതിനനുസരിച്ച് കോറിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആക്സിസിന് ദൂരത്തേക്ക് പോകുന്നതനുസരിച്ച് കോറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫൈബറിലേക്ക് കടക്കുന്ന റേ കണ്ടിന്യൂസ് ആയിട്ട് ആക്സിസിലേക്ക് ബെൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഫൈബറിൻ്റെ അകത്തുള്ള റേൻ്റെ പാത്ത് ഒരു സൈനസോയിഡൽ പാത്തായി മാറും. ആക്സിസിൽ നിന്ന് ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ച് കോറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈബറിനകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന റേസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആക്സിസിലേക്ക് ബെൻഡ് ചെയ്യും. അത് കാരണം തന്നെ ഫൈബറിൻ്റെ അകത്തൂടുള്ള റേൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഒരു സൈനസോയിഡൽ പാത്തായിരിക്കും. ആ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് വേവ് വിത്ത് ലാർജ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ട്രാവൽ മോർ ഡിസ്റ്റൻസ് ദാൻ ദോസ് വിത്ത് സ്മോളർ ആംഗിൾസ്. ലാർജ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉള്ള ലൈറ്റ് റേസ് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഡിക്രീസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അലോ ഹയർ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ. ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിക്രീസ് എന്ന് പറയുന്നത് allows higher velocity of the propagation. Hence all the waves travel without pulse dispersion and reach the point at the same time. Gradient index
ഫൈബറിൽ പൾസ് ഡിസ്പേഷൻ കുറഞ്ഞിട്ട് എല്ലാ വേവ്സും ഒരേ ടൈമിൽ തന്നെ ആ ഒരു നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടടുത്ത് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ ഇതിൽ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നും മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നും മോണോമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനെയും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനെയും കമ്പാരിസൺ ആണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന് സാധാരണഗതിയിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 15 MHz ആണ്. എന്നാൽ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന് ബാൻഡ് വിഡ്ത്ത് 200, 600 MHz എക്സെട്ര ആണ്. അപ് ടു ഇൻഫിനിറ്റി തിയററ്റിക്കലി. അതായത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനെ അപേക്ഷിച്ച് ബാൻഡ് വിഡ്ത്ത് കുറവാണെന്നാണ് പറയുന്നത്. മോഡ് ഡിസ്പേർഷൻ ഈസ് ഹയർ ആണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ. എന്നാൽ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ മോഡ് ഡിസ്പേർഷൻ ഈസ് ലോവർ ആണ്. അതായത് ഡിസ്പേർഷൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ നല്ലോണം ഡിസ്പേർഷൻ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ന്യൂമറിക്കൽ അപ്പാച്ചർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ 0.2 to 0.5 ആണ്. എന്നാൽ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ 0.16 to 0.2 ആണ്. ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ അറ്റുന്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഹയർ ദാൻ ആണ് ഗ്രേഡ് ഇൻഡെക്സ് ഫൈബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അറ്റുന്വേഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന് കൂടുതലാണ്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനെയും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനെയും ഒക്കെ നമ്മൾ സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ മോഡിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും മോണോമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും, മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും മോണോമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് മോഡ് എന്ന് നോക്കാം. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ദർ ആർ ആക്സിയൽ റേസ് ആൻഡ് സിഗ്സാഗ് റേസ് along certain paths. The zigzag rays may interfere constructively and hence the intensity will be increased, but certain other may interfere destructively and the intensity may be reduced to zero. Only those paths along with the constructive interference take place are useful for optical fiber transmission. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൽ സാധാരണഗതിയിൽ ആക്സിയൽ റേസും സിഗ്സാഗ് റേസും ഉണ്ട്. അപ്പോൾ സെർട്ടൻ പാത്തിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. എന്നാൽ വേറെ ചില പാത്തിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്നിട്ട് ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്ത് അത് സീറോ ആവുകയും ചെയ്യും. അപ്പോൾ ഈ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന അതായത് ഇൻറ്റൻസിറ്റി കൂടുന്ന പ്രവർത്തനം നടന്ന് അതായത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന പാത്തിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ സാധാരണഗതിയിൽ നടക്കുന്നത്. ദോസ് പെർട്ടിക്കുലർ പാത്ത് ഓർ പർട്ടിക്കുലർ ഡയറക്ഷൻ തീറ്റ ആർ കോൾഡ് മോഡ്. അത്തരത്തിൽ ആ ഒരു പെർട്ടിക്കുലർ പാത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ മോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന പാത്തിലാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ട്രാൻസ്മിഷൻസ് നടക്കുന്നത്. ആ ട്രാൻസ്മിഷൻ നടക്കുന്ന പർട്ടിക്കുലർ പാത്തിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഡയറക്ഷനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ആ ഒരു നമ്പർ ഓഫ് മോഡ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് is the ratio of d by lambda between the diameter of the core and the wavelength of the light transmitter. The possible number of modes depends on the ratio d by lambda between the diameter of the core and wavelength of the light transmitter. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ സിംഗിൾ മോഡ് ആൻഡ് മൾട്ടി മോഡ് ഫൈബേഴ്സ്. അതായത് മോഡ് സിംഗിൾ മോഡും ഉണ്ട്, മൾട്ടി മോഡ് ഫൈബേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ സിംഗിൾ മോഡ് ഫൈബേഴ്സ് എന്താ നോക്കാം. ഓൺലി എ സിംഗിൾ മോഡ് പ്രൊപ്പഗേറ്റ്സ് ഇൻ സിംഗിൾ മോഡ് സിംഗിൾ മോഡ് ഫൈബറിൽ സിംഗിൾ മോഡ് മാത്രമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എന്നാൽ മൾട്ടി മോഡ് ഫൈബേഴ്സിൽ മെനി മോഡ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതായത് സിംഗിൾ മോഡിൻ്റെ അകത്ത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നത് നടന്നാലാണ് ആ ഒരു പാത്താണ് ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ഒരു പാത്തിനാണ് നമ്മൾ മോഡെന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സിംഗിൾ മോഡ് ഫൈബറിനകത്ത് അത്തരത്തിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന ഒരു പാത്താണ് ഉണ്ടാകുക. എന്നാൽ മൾട്ടി മോഡ് ഫൈബേഴ്സിൽ അത്തരത്തിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന ധാരാളം പാത്ത് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇനി ഒരു സിംഗിൾ മോഡ് ഫൈബറിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്
മൾട്ടിമോഡ് ഫൈബർ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. സിംഗിൾ മോഡ് ഫൈബറിന് ഡയമീറ്റർ വളരെ കുറവായിരിക്കും മൾട്ടിമോഡ് ഫൈബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ദെൻ ദ ലാർജസ്റ്റ് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ഒരു സിംഗിൾ മോഡ് ഫൈബറിന് മൾട്ടിമോഡ് ഫൈബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കാളും ലാർജസ്റ്റ് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും ഉണ്ടാകുക. എക്സിബിറ്റ് ലോവസ്റ്റ് ലോസ്. ഒരു സിംഗിൾ മോഡ് ഫൈബറിൽ ലോസ് വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുപ്പീരിയർ ട്രാൻസ്മിഷൻ ക്വാളിറ്റി ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് മോഡൽ നോയ്സ്. ഈ സിംഗിൾ മോഡ് ഫൈബേഴ്സിൻ്റെ അകത്ത് നോയ്സ് വളരെ കുറവായിരിക്കും. കാരണം ഒരു സിംഗിൾ പാത്താണല്ലോ, അപ്പോൾ നോയ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ്റെ ക്വാളിറ്റിയും അതുകൊണ്ട് തന്നെ ലോസൊക്കെ ട്രാൻസ്മിഷൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലും ലോസൊക്കെ വളരെ കുറവായിരിക്കും. ഓഫർ സബ്സ്റ്റാൻഷ്യൽ അപ്ഗ്രേഡ് കാപ്പബിലിറ്റി ഫോർ ഫ്യൂച്ചർ വൈഡ് ബാൻഡ് വിഡ്ത്ത് സർവീസസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് സാധാരണഗതിയിൽ ഒരു സിംഗിൾ മോഡ് ഫൈബർ യൂസ് ചെയ്തിട്ട് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. സാധാരണ വൈഡ് ബാൻഡ് വിഡ്ത്ത് സർവീസസിനാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തതായി പറയാനുള്ളത് പ്ലാസ്റ്റിക് ഫൈബേഴ്സിനാണ്. തൊട്ടുമുമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ ക്ലാസിഫിക്കേഷനാണ്. ഓൺ ദി ബേസിസ് ഓഫ് ദ വേ ദാറ്റ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ത്രൂ ദി ഫൈബറിൻ്റെ കോറിലൂടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡ് ഇൻഡെക്സ് ഫൈബറും പറഞ്ഞു. ഇനി സാധാരണ രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഫൈബേഴ്സൊന്നും, അതായത് ഇൻസ്റ്റെൻറ്റ് ഓഫ് ഗ്ലാസ് വി ക്യാൻ യൂസ് പ്ലാസ്റ്റിക് ടു മേക്ക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ സാധാരണ രീതിയിൽ ഗ്ലാസ് വെച്ചാണ് മേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഗ്ലാസ്സിന് പകരം പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മേക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. സാധാരണ ദേ ആർ 2 types ആണ്, ഓൾ പ്ലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ക്ലാഡ് ഫൈബേഴ്സ്. അത് ഓൾ പ്ലാസ്റ്റിക് ഫൈബേഴ്സിൽ അതിൻ്റെ കോറിനും ക്ലാഡിങ്ങും പ്ലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ പ്ലാസ്റ്റിക് ക്ലാഡ് ഫൈബേഴ്സിൽ അതിൻ്റെ ക്ലാഡിങ് മാത്രമേ പ്ലാസ്റ്റിക് ആവുന്നുള്ളൂ. ഇതിന് ധാരാളം ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. Because of the following disadvantage, it is rarely used in commercial communication system. It is more sensitive to abrasive damages. It has poorer transmission characteristic. Its loss is much higher. Its bandwidth is lower. സാധാരണ ഗ്ലാസ് ഫൈബറിനെ യൂസ് ചെയ്തിട്ട് ഗ്ലാസ് ഫൈബറിനെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് ഫൈബർ യൂസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ് മോർ സെൻസിറ്റീവ് ടു അബ്രസീവ് ഡാമേജസ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ ക്യാരക്ടറിസ്റ്റിക്കൊക്കെ വളരെ പുവറാണ്. സാധാരണഗതിയിൽ മച്ച് ഹയർ ലോസ് ഉണ്ടാകുന്നുണ്ട്, ബാൻഡ് വിഡ്ത്ത് ലോവറാണ്. എന്നൊക്കെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഫൈബേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. എന്നാൽ പ്ലാസ്റ്റിക് ഫൈബേഴ്സിന് ധാരാളം അഡ്വാൻറ്റേജസും ഉണ്ട്. ഓൾ പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ഈസ് സ്ട്രോങ്ങർ മെക്കാനിക്കലി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ബ്രേക്ക് ഈസിലി. അതായത് പ്ലാസ്റ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത് മെക്കാനിക്കലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ബ്രേക്ക്, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല. ദസ് ഇറ്റ് ഈസ് ഈസിയർ ടു ഹാൻഡിൽ ആൻഡ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ഷോർട്ട് ഡിസ്റ്റൻസ് ലോ ബാൻഡ് വിഡ്ത്ത് ആപ്ലിക്കേഷൻ സച്ച് ആസ് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ സിസ്റ്റം എക്സെട്ര. അതായത് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ ഷോർട്ട് ഡിസ്റ്റൻസ് ലോ ബാൻഡ് വിഡ്ത്ത് ആപ്ലിക്കേഷൻസ്, അതായത് ടെലിവിഷൻ്റെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ 2 ആപ്ലിക്കേഷൻസ്. അതാണ് സോ